നമസ്കാരം, കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. സർജിക്കൽ സ്ട്രൈക്ക് വേണ്ടത് ഇന്ത്യക്കുള്ളിൽ തന്നെയാണ്. ഇന്ത്യയിലിരുന്ന് ഇന്ത്യ എന്ന വികാരത്തിനെതിരെ ശബ്ദിക്കുന്ന ആളുകളെ ഇല്ലാതാക്കുകയോ നിശബ്ദരാക്കുകയോ ചെയ്യാത്ത പക്ഷം ഇന്ത്യയുടെ ജനങ്ങളും ഒരിക്കലും സുരക്ഷിതരല്ല. കാശ്മീരിൽ എത്ര ആളുകൾക്കിടയിൽ ഇന്ത്യ എന്ന വികാരമുണ്ട് എന്നുള്ളത് വളരെ പ്രസക്തമാണ്. കാശ്മീരിലെ ജനങ്ങൾ ബോംബും കല്ലുമായി നമ്മുടെ സൈന്യത്തെ നേരിടുന്നു. കാശ്മീർ താഴ്വരയിൽ പാക് പതാകയും IS പതാകയും ഉപയോഗിക്കുന്നു. ഇന്ത്യ വിരുദ്ധ പ്രസംഗം നിർബാധം നടക്കുന്നു. അവിടുത്തെ ചില ഗ്രാമങ്ങളിൽ സൈന്യം ചെല്ലുന്നത് പോലും കവചിത വാഹനങ്ങളിലാണ്. കാശ്മീരിലെ ഇത്തരം പ്രവണതകൾ ആരും വാർത്തയാക്കാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ പോലീസും സൈന്യവും സ്വീകരിക്കുന്ന നടപടികൾ മനുഷ്യാവകാശത്തിന്റെ ഭൂതക്കണ്ണാടി വെച്ച് പരിശോധിക്കാൻ പലരും വെമ്പൽ കൊള്ളുന്നു. ജമ്മു കാശ്മീരിലെ അവന്തിപ്പോറയിൽ ഭീകരർ നടത്തിയ ചാവേർ സ്ഫോടനത്തിൽ മലയാളികൾ ഉൾപ്പെടെ 44 പേരെ വധിച്ച ഭീകരാക്രമണത്തിൽ ലോകം മുഴുവൻ പ്രതിഷേധിക്കുമ്പോൾ കാശ്മീരിൽ ഇത് ആഘോഷിച്ച ഗ്രാമങ്ങളുണ്ട് എന്നത് വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഇന്ത്യയിലിരുന്ന് ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ സുഖങ്ങളും അപ്പകഷ്ണങ്ങളും തിന്നുക, എന്നിട്ട് സമയം വരുമ്പോൾ ഇന്ത്യക്കും ദേശീയതയ്ക്കുമെതിരെ ശബ്ദിക്കുകയും എഴുതുകയും ചെയ്യുക. ഇന്ത്യയെ അംഗീകരിക്കാത്തതും ഭരണഘടന അംഗീകരിക്കാത്തതുമായ അനവധി ഗ്രൂപ്പുകൾ രാജ്യത്തുണ്ട്. ഇസ്ലാമിക് സ്റ്റേറ്റാക്കി മാറ്റാൻ മനസ്സിൽ വിഘടനവാദം കൊണ്ടു നടക്കുന്ന ആളുകൾ കേരളത്തിൽ വരെയുണ്ട്. ഇതെല്ലാം നമ്മളെ ഞെട്ടിപ്പിക്കുന്നു. കേരളത്തിൽ IS ഭീകരവാദികൾക്കും വിഘടനവാദികൾക്കും വാതിൽ തുറന്നിടുകയാണ്. BJP RSS പ്രതിരോധത്തിനായി മാവോ നക്സൽ സംഘടനകളെയും ഇസ്ലാമിക തീവ്രവാദ സംഘടനകളെയും കൂട്ടുപിടിക്കുകയാണ്. ഇന്ത്യയിലിരുന്ന് ഇവിടത്തെ ഉപ്പും ചോറും സുഖവും എല്ലാം അനുഭവിച്ച തരം കിട്ടുമ്പോൾ പാകിസ്ഥാനൊപ്പം കൂടുന്നവരുണ്ട്. ഭീകരാക്രമണം ഉണ്ടായത് രാജ്യത്തിനകത്താണ്, പുറത്തല്ല. ഭീകരന്മാർക്ക് വീടുകളും കെട്ടിടവും തുറന്നു നൽകി താമസ സൗകര്യം വരെ നൽകുന്നു, പണം നൽകുന്നു. ഇന്നലത്തെ സ്ഫോടനത്തിൽ ഉപയോഗിച്ചത് 3.5 ക്വിന്റൽ സ്ഫോടക വസ്തുക്കളാണ്. ഇതെല്ലാം ഇന്ത്യയിലെ ആളുകളുടെ സഹായത്തിലാണ്. ഭീകരന്മാരെ പിടിച്ച് തൂക്കിക്കൊല്ലുമ്പോഴും അവരെ വെടിവെച്ച് കൊല്ലുമ്പോഴും വിലപിക്കുന്ന ആളുകൾ ഇന്ത്യയിൽ തന്നെയുണ്ട്. ഇവരെ രാജ്യദ്രോഹികളായി തന്നെ കാണണം. ഭീകരരെ തൂക്കിക്കൊല്ലുമ്പോൾ മനുഷ്യാവകാശം പറഞ്ഞു വരുന്നവരെ ശരിക്കും ജനം സൂക്ഷിക്കണം. ഭീകരരുടെ ഗർഭപാത്രങ്ങളാണ് ഇത്തരം മനുഷ്യാവകാശ പ്രവർത്തകർ. മനുഷ്യാവകാശം എന്ന പുറംചട്ടയിട്ട് വരുന്ന ഇവരുടെ ഉള്ളിൽ ഈ രാജ്യം മുഴുവൻ ചുട്ടു ചാമ്പലാക്കാനുള്ള സ്ഫോടക വസ്തുക്കളാണ്. മനുഷ്യാവകാശം പറഞ്ഞു വരുന്ന പലരും ഭീകര ഗ്രൂപ്പുകളിൽ നിന്നും കോടികൾ കോഴ വാങ്ങുന്നവരാണ്. ഇതിൽ ഇടത് ബുദ്ധിജീവികൾ വരെയുണ്ട്. മുംബൈ സ്ഫോടന കേസിലെ അജ്മൽ കസബിനെ തൂക്കിക്കൊന്നപ്പോൾ പ്രതിഷേധിച്ചവർ അനവധിയുണ്ട്. കരഞ്ഞവരും അനവധിയാണ്. കൊടും ഭീകരൻ യാക്കൂബ് മേമനെ തൂക്കിക്കൊന്നപ്പോൾ കേരളത്തിൽ പോലും പ്രതിഷേധമുണ്ടായി. മുസ്ലിം പത്രങ്ങൾ അതിനെതിരെ അച്ചുനിരത്തി പ്രതിഷേധിച്ചു. യാക്കൂബ് മേമനെ തൂക്കിക്കൊല്ലാതിരിക്കാൻ വൻ നീക്കങ്ങൾ നടത്തിയവർ ധാരാളം. അതായത് ഭീകരവാദികളുടെ നേതാവിനെയും ഒരു ജനസമൂഹത്തെ മുഴുവനും ബോംബിട്ട് കൊന്നവരെയും ശിക്ഷിക്കുമ്പോൾ തെരുവിൽ കലാപമുണ്ടാക്കുന്നവർ ധാരാളം എന്നർത്ഥം. പാകിസ്ഥാനും ഭീകരവാദികൾക്ക് വേണ്ടി ശബ്ദിക്കുന്ന നാവുകൾ ഇല്ലാതാക്കണം. അത്തരം തലച്ചോറുകൾ രാജ്യത്തിൽ നിന്ന് തുടച്ചു നീക്കണം. ഭീകരരെ ശിക്ഷിക്കുമ്പോഴും തൂക്കിക്കൊല്ലുമ്പോഴും മനുഷ്യാവകാശം പറഞ്ഞു വരുന്ന ആളുകളെ പരിപൂർണമായി തുടച്ചു നീക്കാൻ ഒരു സർജിക്കൽ സ്ട്രൈക്ക് ഇന്ത്യക്കുള്ളിൽ തന്നെ വേണം. ഭീകരരുടെ ഗർഭപാത്രങ്ങളാണവർ. ISനെതിരെ മാത്രമല്ല, ഹമാസിന് വേണ്ടി പോലും വൻ പണപിരിവും പ്രവർത്തനവും നടത്തുന്ന നാടാണ് കേരളം. എത്ര ഭീകരമായാണ് നമ്മുടെ രാജ്യത്ത് കിടന്ന് ഇത്തരക്കാർ നമ്മളെ കൊന്നു നശിപ്പിക്കുന്നത്. തലചായ്ക്കാൻ ഇടം കൊടുത്ത രാജ്യത്തോട് കൂറില്ല. നമ്മുടെ ജനത്തോടും സമാധാനത്തോടും സഹകരണമില്ല. ജിഹാദിനോടും ഭീകര പ്രസ്ഥാനങ്ങളോടുമാണ് ഒരു വിഭാഗം ആളുകൾക്ക് ഇപ്പോഴും പ്രിയം. ചോറിങ്ങും കൂറങ്ങും എന്നതാണ് പലർക്കും. ഇന്ത്യയിൽ തീവ്ര ആശയങ്ങൾക്കും നിലപാടുകൾക്കും സഹായവും സൗകര്യവും നൽകുന്ന എല്ലാവരെയും തുടച്ചു നീക്കണം. ജനം ഇല്ലാതാക്കണം. ഒരു തീവ്ര ചിന്താഗതിയും രാജ്യത്തിന്റെ വികാരത്തിന് മുകളിൽ വളരാൻ പാടില്ല. രാജ്യമാണ് വലുത്. നമ്മുടെ മണ്ണും ജനവുമാണ് എനിക്ക് വലുതെന്നും എൻ്റെ മതം പോലും എനിക്ക് അതിനുശേഷമേ ഉള്ളൂ എന്നും എല്ലാ ഇന്ത്യക്കാരനും പറയാൻ ശീലിക്കണം. ഭീകരരെ ഇല്ലാതാക്കുമ്പോഴും തൂക്കിക്കൊന്ന് നശിപ്പിക്കുമ്പോഴും മനുഷ്യാവകാശം പറയുന്നവർ എല്ലാം ഭീകരരുടെ കണ്ണികളാണ് എന്നതും തിരിച്ചറിയുക. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.